ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കൊന്നും കേൾക്കുന്നുണ്ടാന്ന് എനിക്കറിയാം. എൻ്റെ ഫസ്റ്റ് 2026 ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ കിട്ടും. ഒന്നും കേൾക്കുന്നില്ല എന്നറിയാം. എല്ലാവരും പറയുകയാണ് 2026 ഫസ്റ്റ് മാനിഫെസ്റ്റേഷനായിട്ട് ഞാൻ ഒരു സ്ഥലം വരെ പോകാനുള്ള പ്ലാനിലാണ്. എന്തായാലും നമുക്ക് വഴിയെ പറയാട്ടോ. എൻ്റെ ഒരു നിയർലി എനിക്ക് തോന്നുന്നൊരു എന്താ പറയുക, ഒരു 9 to 10 hours ട്രാവൽ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഫൈനലി ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ. ബാക്കി വിശേഷമൊക്കെ വഴിയെ അറിയാം കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലോട്ട് താമസം മാറിയാലോ എന്ന് ആലോചിക്കുക. Guys, ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രെയിൻ കയറിയിട്ടോ. ഇപ്പോൾ ഇന്ത്യയിലേക്കാണ് ലോട്ടോബ്രണ്ണ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിയർലി ഒരു 25 minutes മാത്രമാണ് ട്രെയിനിൽ ട്രാവൽ ഉള്ളത്. പോകുന്ന വഴിക്ക് നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ സ്വിറ്റ്സർലാൻഡ് എത്തിയ സമയത്ത് സ്നോ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്കും സ്നോഫോൾ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഈസി ആയിട്ട് നമുക്ക് എക്സസ് ചെയ്യാൻ പറ്റുന്ന 2 ടൈപ്പ് ടിക്കറ്റ് ഉണ്ട്. ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് Guys, അങ്ങനെ 30 minutes ട്രാവലിന് ശേഷം ഞാനിവിടെ ലോട്ടോബ്രണ്ണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. വന്നിറങ്ങുമ്പത്തിന് നല്ല കോടയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. എൻ്റെ കൂടെയുള്ളവർ അങ്ങനെയൊക്കെ തന്നെ നല്ല തിരക്കിലായിരുന്നു. എന്താ പറയുക, ആ മുകളിൽ നിന്ന് നോക്കുമ്പം താഴത്തെ വ്യൂ നല്ല അടിപൊളിയാണ് കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, ഞാൻ പറഞ്ഞ വോയിസ് ഒന്നും തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് കഷ്ടപ്പെടേണ്ട അവസ്ഥയാണ്. ബിക്കോസ് അവിടുത്തെ ആ ഒരു ഇത് വേദിക്ക് ഞാൻ പറയുന്ന വോയിസ് ഒന്നും തന്നെ റെക്കോർഡ് ആവാത്തതാണോ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഗൈസ്, അങ്ങനെ ഞാനും കയറി കേബിൾ കാറിൽ. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കയറുന്നതായിരുന്നു. അതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചെറിയ പേടിയല്ല, ചെറിയൊരു ഇതുണ്ടായിരുന്നു ആദ്യം. ബട്ട് എന്നാലും ഞാൻ കയറി ഗൈസ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കയറണം എന്ന്. പിന്നെന്താ, അടിപൊളിയായിരുന്നു. ഞാൻ എപ്പോഴും കയറണമെന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ്. അല്ല, എനിക്ക് കയറണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ മ്യൂറെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്താ പറയുക, കേബിൾ കാറും എന്നിട്ട് അവിടെ നിന്ന് ഓരോ ട്രെയിനും എടുത്തിട്ടാണ് വന്നത്. ആൻഡ് ദിസ് സ്പോട്ട് ഈസ് സോ നൈസ്. നിയർലി ഒരു 2000 to 3000 മീറ്റേഴ്സിന് മുകളിലാണ്. ബട്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. തണുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി നിൽക്കുക. ബട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ വ്യൂ അടിപൊളിയാണ്. നല്ല രസമുണ്ട് കാണാൻ. മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ്. യൂറോപ്പിൽ തന്നെ കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക, എക്സ്പ്ലോർ. അത്രയും എനിക്ക് പറയാനുള്ളൂ, അല്ലാതെ വേറൊന്നും പറയാൻ പറ്റുകയില്ല. ഇതൊക്കെ സ്വിറ്റ്സർലാൻഡിലെ മഞ്ഞത്ത് കൂടെ ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക വൈബാണ്. ഞാൻ നടക്കുന്നുണ്ടായിരുന്നു. ജർമ്മനിയിലൊന്നും മഞ്ഞില്ലാത്ത പോലെയാണ്. ബട്ട് ഇറ്റ്സ് ഗുഡ് സീരീസ്. അപ്പോൾ എൻ്റെ ട്രിപ്പ് തീർന്നു. ഞാൻ തിരിച്ച് എന്താ പറയുക, സിറ്റിയിലോട്ട് പോവുകയാണ്, ഹാൻഡിലേക്ക് പോവുകയാണ്.
വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഒരുപാട് നാളിങ്ങനെ പോകണം എന്ന് വിചാരിച്ചിരുന്നിട്ട് തീരെ പ്രതീക്ഷിക്കാത്തിരുന്ന സമയത്ത് പെട്ടെന്ന് പോയൊരു ട്രിപ്പായിരുന്നു. സോ പെട്ടെന്ന് ഒന്നും തീരുമാനിക്കാതെ, അധികം പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോയത് കൊണ്ട് അതിൻ്റെ ചെറിയൊരു 1-2 സ്ഥലത്ത് ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ബട്ട് എന്നാലും ഓവറോൾ ഇറ്റ്സ് ഗുഡ്. പോകാൻ പറ്റുന്നവർ ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്തിട്ട് പോവാം. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ സോ ബൈ.